ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടവർ ബ്രിഡ്ജിലെ വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ആ പാലം ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്നതുമുള്ള കാഴ്ചകളാണ്. ഇത് ഞങ്ങൾക്ക് വളരെ യാദൃശ്യമായ കിട്ടിയ ഒരു കാഴ്ചയാണ് കേട്ടോ. ഞങ്ങളത് പ്രതീക്ഷിച്ച് പോയതല്ല. ഞങ്ങളിന്ന് ടവർ ബ്രിഡ്ജിൻ്റെ മുകളിലുള്ള അതുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് പോലെ അതിൽ കയറാൻ വേണ്ടിയാണ് ഞങ്ങൾ ആക്ച്വലി പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബസ്സെല്ലാം ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ വണ്ടിയൊക്കെ ട്രാഫിക് ബ്ലോക്കായി കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓടിപ്പോയിട്ടൊരു വീഡിയോ എടുത്താണ് കേട്ടോ. പക്ഷേ കറക്റ്റ് ഒരു വ്യൂ കിട്ടിയില്ല, കാരണം ഞങ്ങളിത് അറിഞ്ഞില്ല. അതുകൊണ്ട് അറിഞ്ഞിട്ടാണ് പോയെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ലോങ് ഡിസ്റ്റൻസ് നല്ലൊരു വ്യൂ കിട്ടിയാനെ. പക്ഷേ എങ്കിൽ പോലും എന്താ പറയുന്നത്, വളരെ സന്തോഷമായി. കാരണം ഞങ്ങൾ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. അതും വളരെ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ, കാരണം വളരെ വർഷങ്ങൾ ഒരുപാട് ആളുകൾ ചെയ്ത് പണി കഴിപ്പിച്ച ഒരു ബ്രിഡ്ജാണ് ടവർ ബ്രിഡ്ജ്. അതിൽ കണ്ടു വളരെ എന്ത് മനോഹരമാണെന്ന് നോക്കി. അതിൽ ചെറിയൊരു ബോട്ട് പോലെ ഒരു സാധനം പോകുന്നുണ്ട്. അത് പോകാൻ വേണ്ടിയാണ് ഇത് ഓപ്പൺ ആവുന്നത്. ഉണ്ടോ ആ ചെറുത്, ഈ ഫസ്റ്റ് കാണുന്നതല്ല, അത് ആ സെക്കൻഡ് കാണുന്നത്. അത് അങ്ങോട്ട് പോകുമ്പോഴും അത് ഇങ്ങോട്ട് പോയി തിരിച്ച് വരുമ്പോഴുമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് എനിക്ക് ചിലപ്പോൾ ബിഗ് ഷിപ്പിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതായിരിക്കും. എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ് ഒരു ഐഡിയ ഇല്ല, എന്നാ സംഭവം, എന്തിനാണ് ഇത് ഓപ്പൺ ആക്കുന്നതെന്നൊരു ഐഡിയ ഇല്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റായി പറഞ്ഞു തരിക. കണ്ടോ, അത് ഇനിയിപ്പോൾ താഴുവാണ് കേട്ടോ. അത് പോയി, അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ കുറച്ചുകൊണ്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് തിരിച്ച് വരുന്നുണ്ട്. തിരിച്ച് വന്നപ്പോൾ വീണ്ടും അത് നമുക്കത് ഓപ്പൺ ആവുന്ന കാണാൻ സാധിക്കും. എന്തായാലും എന്താ പറയുക, വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി. കാരണം ഞങ്ങൾ ആരും ഇത് പ്രതീക്ഷിച്ച് പോയതല്ല. ഞാനൊരു 3-4 പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, വൈഫാണെങ്കിൽ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുന്ന എല്ലാ ദിവസവും ഈ ബ്രിഡ്ജിൽ കൂടെ പോകുന്ന ആളാണ്. അവളും ഇത് കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും നല്ലൊരു അനുഭവമാണ്. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി ഇതിൻ്റെ വ്യൂ. എന്തായാലും ഞങ്ങൾക്ക് വൈഫ് നാളായി പറയുന്നു അതിൻ്റെ മുകളിലൊന്ന് കയറണം. അപ്പോൾ ഞങ്ങൾ അവർ കസിൻസൊക്കെ വന്നപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഒരാൾക്ക് 18 പൗണ്ട് വെച്ചാണ്, പിള്ളേർക്കാണെങ്കിൽ 8 തോന്നുന്നു. അപ്പോൾ ഗ്രൂപ്പ് ടിക്കറ്റ് ആകുമ്പോൾ നമുക്ക് 4 പേർക്ക് 48 പൗണ്ട്. എന്തായാലും അത് ഒരു പ്രാവശ്യം കയറി കാണാനുണ്ട് കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. കണ്ടോ, ഇവിടെയൊക്കെ ബസ്സൊക്കെ നിർത്തിയിട്ട്, കാരണം ഈ ബസ്സിൽ കൂടെ നമുക്ക് ലണ്ടൻ മുഴുവൻ കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല കാഴ്ചയാണ്.